വയനാട് ഉരുൾപൊട്ടലിൽ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് പുതിയ റേഷൻ കാർഡ് അല്പസമയത്തിനകം വിതരണം ചെയ്യും. മേപ്പാടി സെയിന്റ് ജോസഫ്സ് ഗേൾസ് സ്കൂളിലാണ് റേഷൻ കാർഡ് വിതരണം ചെയ്യുക. ഷഹദ് റഹ്മാൻ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഷഹദ്, എത്ര കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്? അവർക്കെല്ലാം തന്നെ ഇന്ന് തന്നെ വിതരണം ചെയ്യും എന്നാണോ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്? അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചോടെ? പ്രജിൻ, തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ അതിന്റെ ആദ്യഘട്ടമായിട്ട് റേഷൻ കാർഡ് വിതരണത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം അത് ഇപ്പോൾ നടക്കും. അതായത് മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ K രാജൻ, OR കേളു തുടങ്ങിയ മന്ത്രിമാരാണ് ഇപ്പോൾ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്നത് മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ വിതരണം നടക്കുക. ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഈ കാർഡ് നഷ്ടപ്പെട്ട ആളുകൾക്കാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ കാർഡ് കൊടുക്കുന്നത്. ബാക്കി ആളുകൾക്കും അല്പസമയത്തിനകം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇത് കൊടുക്കും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ വിശദാംശങ്ങൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് വെച്ച് സാധ്യമാകുന്ന രീതിയിൽ എത്രയും വേഗത്തിൽ ഇത്തരത്തിൽ റേഷൻ കാർഡ് കൊടുക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർ ദിവസങ്ങളിൽ അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ റേഷൻ കാർഡ് പൂർണ്ണമായിട്ടും കാണാതാവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ റേഷൻ കാർഡ് കൊടുക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ത്വരിതഗതിയിൽ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുന്ന ഇടത്ത് 5, 6, 7ഓളം ആളുകൾ ഉണ്ട്. ഇവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ, അതായത് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ആളുകൾക്കും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, K രാജൻ, OR കേളു ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഇവിടെ ക്യാമ്പിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. അവരവരുടെ പ്രശ്നങ്ങൾ, ആകുലതകൾ, ഉണ്ടായ ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഔപചാരികമായിട്ടുള്ള ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഈ കാർഡുകൾ നഷ്ടപ്പെട്ട ആളുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് അവർക്ക് താൽക്കാലികമായിട്ടുള്ള റേഷൻ കാർഡ് വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതായത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കാർഡാണ്. കാരണം ഈ ഒരു അടിയന്തര സാഹചര്യം പരിഗണിച്ച് താൽക്കാലികമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള, അവർക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള സാധനങ്ങൾ നൽകേണ്ടത് അല്ലെങ്കിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നഷ്ടപ്പെട്ട് ഒരുപക്ഷെ അതിഭീകരമായി വന്ന ഒരു ഉരുള് നമ്മുടെ മനസ്സിലെ എല്ലാ സങ്കല്പങ്ങളെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ സംഭവങ്ങളെയും തകർത്തിക്കളയും വിധത്തിൽ രൗദ്രഭാവം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട് ഇതുവരെ കാണാത്ത ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോയി. ആ ദുരന്തം ഉണ്ടായ ഘട്ടം മുതൽ എല്ലാ വിധത്തിലും ജാതി, മത, രാഷ്ട്രീയം ഒന്നുമില്ലാതെ ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും നിങ്ങളുടെ ഒപ്പം തന്നെയാണ്. പരമാവധി ആളുകളെ അതിനുശേഷം നമുക്ക് രക്ഷിക്കാനുമായി. എന്നാൽ നിർഭാഗ്യവശാൽ പലരും നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോഴും ആളുകളെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ശ്രമം നടത്തുന്നത്. അതിന്റെ ഭാഗമായി ആർക്കെല്ലാം രേഖകൾ നഷ്ടപ്പെട്ടു അവർക്കെല്ലാം ആ രേഖകൾ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യം ആ നടപടി പൂർത്തീകരിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ഈ ക്യാമ്പുകളിൽ ഉണ്ടായ അവിടെയുള്ള വലിയ ദുരന്തം നടന്നതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ റേഷൻ കാർഡുകൾ അടിയന്തരമായി തിരിച്ചു കൊടുക്കുക എന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് 4 ഉപസമിതി അംഗങ്ങൾ യോഗം ചേർന്ന് പ്രത്യേകമായി കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വകുപ്പുകളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ വിവരശേഖരണം നടത്തി നഷ്ടപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും ആവശ്യമായ സൗകര്യത്തോടെ ബന്ധപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ അദാലത്ത് മോഡലിൽ ഒരു ക്യാമ്പ് തന്നെ മേപ്പാടിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം
അവർക്ക് തന്നെ കൃത്യതയോടെ കിട്ടാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭ ഉപസമിതിയിലെ മറ്റംഗങ്ങളായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, നമ്മുടെ ജില്ലക്കാരനും നമുക്കെല്ലാം പ്രിയങ്കരനുമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു ഉൾപ്പെടെ ഞങ്ങൾ 4 പേരും വന്ന് നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഈ പരിശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. നഷ്ടപ്പെട്ടതെല്ലാം അതുപോലെ തിരിച്ചു കൊടുക്കാൻ ആർക്കും ആകില്ലെങ്കിലും നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പുനരധിവാസം, ഡോക്യുമെന്റുകൾ മുതൽ ജോലിയും വരുമാനവും എല്ലാം അടക്കം ശക്തമായി കൊണ്ടുവരണമെന്ന സർക്കാരിന്റെ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർക്കാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭരണപക്ഷം എന്നർത്ഥത്തിലല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അടങ്ങുന്ന കേരളത്തിന്റെ മനസാക്ഷി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ പ്രവർത്തനത്തിന് വേഗതയിൽ നേതൃത്വം നൽകിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഘട്ടത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മന്ത്രി K രാജൻ സംസാരിക്കുകയായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ കാർഡ് വിതരണം ആരംഭിക്കുകയാണ്. കാർഡ് ഇതാ നൽകിയിരിക്കുന്നു. ആദ്യം ഈ ക്യാമ്പിൽ കഴിയുന്ന ഒരു അമ്മയ്ക്കാണ് ഈ ക്യാമ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ സഫിയ എന്നാണ് അവരുടെ പേര്. അവർക്കുള്ള കാർഡ് വിതരണം നടക്കുന്നു. ഇനി മൂന്നാമതായിട്ട് ഗീത എന്ന് പറയുന്ന ഈ ക്യാമ്പിൽ കഴിയുന്ന ചേച്ചിക്കാണ് ഈ കാർഡ് വിതരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതും നൽകിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പാണ് ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഇത്തരത്തിലൊരു നടപടികൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ റാബിയ എന്ന് പറയുന്ന ആൾക്കാണ് ഇപ്പോൾ 4 മന്ത്രിമാരും ചേർന്ന് ഇത്തരത്തിൽ ഈ കാർഡ് കൊടുക്കുന്നത്. ഇപ്പോൾ വിനയശ്രീ എന്ന് പറയുന്ന ഈ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാണ് ഇത്തരത്തിൽ കാർഡ് കൈമാറുന്നത്. ഇപ്പോൾ ഈ വീടും അതുപോലെ തന്നെ റേഷൻ കാർഡും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ വസ്തുക്കളും എന്തായാലും അഭിനന്ദനമായ കാര്യമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഈ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക കാർഡ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വിതരണം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദർശനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.